السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم، ولله جنود السماوات والأرض وكان الله عليما حكيما. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും ധാരാളമായി ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹവും സമാധാനവും, അല്ലെങ്കിൽ സമാധാനവും സ്നേഹവും വിശ്വാസത്തിലൂടെ യാണ് നാം കരസ്ഥമാക്കേണ്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നമുക്കറിയാം, ഈമാൻ എന്ന പദത്തിൻ്റെ ഭാഷാന്തരമായാണ് വിശ്വാസം നാം പറയാറുള്ളത്. ഈ വിശ്വാസം യഥാർത്ഥത്തിൽ അതിനൊരുപാട് ഉപോൽപ്പന്നങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്തതാണ്. മനുഷ്യന് ഒരാദരവ് ലഭിക്കുന്നത്, മനുഷ്യത്വത്തിൻ്റെ ആദരവ്, അത് വിശ്വാസത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. വിശ്വാസികൾക്ക് മാത്രമേ ആ ഒരു മനുഷ്യത്വത്തിൻ്റെ ആദരവിനെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ള സമാധാനം അത് ലഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. നമുക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, സുരക്ഷിതത്വ ബോധം, അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും വില കൂടിയ സാധനം. ലോകത്തെ ഏറ്റവും വില കൂടിയ സാധനം ഏത് എന്ന് ചോദിച്ചാൽ അതാണ് ഒരു സുരക്ഷിതത്വ ബോധം, പേടിയില്ലാത്ത അവസ്ഥ. അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഫലമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാകണമെന്ന് എല്ലാവർക്കും കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്. എവിടെ നിന്നാണത് കിട്ടുക? അത് വിശ്വാസത്തിൻ്റെ ഫലമാണ്. ഇങ്ങനെ അങ്ങ് പരിശോധിച്ചാൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട സ്നേഹവും സമാധാനവും, അതും യഥാർത്ഥത്തിലുള്ള സ്നേഹവും സമാധാനവും വിശ്വാസമാണ് നമുക്ക് നൽകുന്നത്. ഇത് വളരെ ദീർഘമായി പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. സമാധാനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ വലിയ വിഷയമാണ് രണ്ടും. ഒരു ചെറിയ സമയം കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയാത്ത, ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒന്നാണ് രണ്ടും, സ്നേഹവും സമാധാനവും. സമാധാനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ സക്കീനത്ത് എന്ന പദമാണ് വിശുദ്ധ ഖുർആൻ ഈ സമാധാനത്തിന് പ്രയോഗിച്ച പദം. അതിൽ നിന്ന് സക്കീനത്ത് എന്ന പദത്തിൻ്റെ വിവക്ഷ നാം മലയാള ഭാഷയിൽ പറയുന്ന സമാധാനമല്ല എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും.
ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തുൽ ഫത്തഹിലെ 4-ാമത്തെ വചനം, ആ വചനം സക്കീനത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, അവൻ തന്നെയാണ് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സക്കീനത്തിനെ ഇറക്കിയിട്ടുള്ളത്. സക്കീനത്ത് എന്നത് നമുക്കറിയാം, ഒരു പ്രത്യേകമായ ഒരു അള്ളാഹു വിശ്വാസികളുടെ മനസ്സിലിറക്കിക്കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. ഞാൻ ഈ സമാധാനം എന്ന് പറയുന്നതിന് പകരം സക്കീനത്ത് എന്ന് പറയാൻ കാരണം, സമാധാനം എന്ന പദവും സക്കീനത്ത് എന്ന പദവും തമ്മിൽ വലിയ അന്തരമുണ്ട്. കാരണം എന്തിന് സക്കീനത്ത് ഇറക്കി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം, അവർക്കിപ്പോൾ ഈമാനുണ്ട്, അതിൻ്റെ കൂടെ അവരുടെ വിശ്വാസത്തോടൊപ്പം കൂടുതൽ വിശ്വാസമുണ്ടായിത്തീരാൻ. എന്തിനാ സക്കീനത്ത്? ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം, ഇപ്പോൾ അവർ വിശ്വാസികളാണ്, വിശ്വാസമുണ്ട്, അതിൻ്റെ കൂടെ കൂടുതൽ വിശ്വാസമുണ്ടായിത്തീരാനാണ് സക്കീനത്ത്. അപ്പോൾ എന്താ സക്കീനത്ത്? സമാധാനമാണോ? ആണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന് വർധനവ് കാണേണ്ടതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇനി സമാധാനമാണ് സക്കീനത്ത് എന്ന് വിചാരിക്കുക. എന്നാൽ പോലും നാം അറിയേണ്ടത്, നമ്മുടെ വിശ്വാസത്തിന് വർധനവ് സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുന്നില്ല എന്നാണ്. രണ്ടാലൊന്ന് നമ്മൾ സമ്മതിക്കണം. ഒന്നുകിൽ സക്കീനത്ത് എന്നത് സമാധാനമല്ല. കാരണം സമാധാനം നമുക്കൊക്കെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മുടെ ഈമാൻ വർദ്ധിച്ചതായി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല, വിശ്വാസം വർദ്ധിച്ചിട്ടില്ല. അതല്ലെങ്കിൽ സക്കീനത്ത് സമാധാനമാണ്, എന്നാൽ ഈമാൻ നമുക്ക് വർദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്കാർക്കും സമാധാനം ഇല്ല. രണ്ടാലൊന്ന് നാം സമ്മതിക്കണം. എനിക്ക് തോന്നുന്നത് കൂടുതൽ നല്ലത് സക്കീനത്ത് എന്നതുകൊണ്ടുള്ള വിവക്ഷ സമാധാനമല്ല എന്ന് പറയലാണ്. കാരണം ഈ ആയത്തിൻ്റെ പശ്ചാത്തലം യുദ്ധമാണ്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആലോചിച്ച് നോക്കൂ, യുദ്ധത്തിൽ എന്ത് സമാധാനം ഉണ്ടാകുക? സമാധാനമാണ് സക്കീനത്തെങ്കിൽ. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം യുദ്ധമാണ്. നമുക്കറിയാം, സൂറത്തുൽ ഫത്ഹ്, ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതിൻ്റെ പശ്ചാത്തലവും ഈ ആയത്തിൻ്റെ പശ്ചാത്തലവും യുദ്ധമാണ്. എന്ത് സമാധാനം യുദ്ധത്തിലുണ്ട്? ഒരു സമാധാനം ഉണ്ടാവില്ല യുദ്ധത്തിൽ. നമുക്കറിയാലോ, യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ പേടിയാണ്, ഭയമാണ്. എവിടെയെങ്കിലും, ഇവിടെ അല്ല, ഇപ്പോൾ സൗദി അറേബ്യയിൽ യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം നടക്കും എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എന്താണ്? സമാധാനം നഷ്ടപ്പെടുക. പാകിസ്ഥാനും ഇന്ത്യയായിട്ട് യുദ്ധം ഉണ്ടാകുമെന്ന് കേട്ടാൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടുക. അപ്പം സക്കീനത്ത് എന്തല്ല? സമാധാനമല്ല. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിലുള്ള സക്കീനത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു റിലാക്സേഷനാണ്. ഒരു റിലാക്സ് നമുക്ക് കിട്ടുക, അതാണ് സക്കീനത്ത്. ബദർ യുദ്ധത്തിൽ മുഅ്മിനീങ്ങൾ അനുഭവിച്ചത് ആ ഒരു റിലാക്സ് ആയിരുന്നു. അതിനെന്താ നമ്മൾ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അതാണ് സക്കീനത്ത്. എന്താണ് റിലാക്സ്? അവിടെ കിട്ടിയ റിലാക്സ് ആലോചിച്ച് നോക്കൂ. അവിടെ മുഅ്മിനുകൾ അനുഭവിച്ചത് അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു ചിന്ത. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഒരു തരം എന്താ ഇതിന് പറയുക, ഒരു തരം സുരക്ഷിതത്വം. അതാണ് യഥാർത്ഥത്തിൽ സക്കീനത്ത് എന്ന് പറയുന്നത്. അതാണ് വിശ്വാസികൾ ബദറിൽ അനുഭവിച്ചത്, മുഅ്മിനുകൾ അനുഭവിച്ചത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സക്കീനത്ത് അനുഭവപ്പെട്ടപ്പോൾ
അവരുടെ വിശ്വാസം വർദ്ധിച്ചു. അതുകൊണ്ടാണ് പ്രബലമായ ശക്തികളോട് ആയുധമില്ലാത്ത, ആയുധാഭ്യാസമറിയാത്ത, പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട ആ സമൂഹം വിജയിച്ചത്. അതായിരുന്നു, ആ ഒരു ഈമാനിൻ്റെ കരുത്തുകൊണ്ടാണ് വിജയിച്ചത്. അപ്പോൾ സക്കീനത്ത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കംഫോർട്ട് ഫീലിംഗ് ആണ് എന്ത് സക്കീനത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് യുദ്ധത്തിൻ്റെ നടുവ് ചെന്നാൽ അത് കിട്ടും. പ്രതിസന്ധികളുടെ വലിയ മുനകൾ നമ്മളെ വന്ന് കുത്തുന്ന സമയത്തും നമുക്ക് ആ സക്കീനത്ത് കിട്ടും. അതാണ് സക്കീനത്ത്. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. എന്തിന്? ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം. ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം. അവിടെയാണ് നമുക്കും അനുഭവിക്കാൻ കഴിയുന്നത്. ഈ ഒരു സക്കീനത്തിൻ്റെ ഉടമകളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ നമ്മുടെ ഈമാനിന് സിയാദത്ത് വരും, വർധനവ് വരും. അതാണ് ബദറിലെ വിശ്വാസികൾ അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, ഈ സക്കീനത്ത് എന്ന് പറയുന്നത് കേവലം നാം മനസ്സിലാക്കിയ സമാധാനമല്ല എന്നും, നമ്മളൊക്കെ വിചാരിക്കുന്ന അസമാധാനമല്ല യഥാർത്ഥത്തിലുള്ള അസമാധാനമെന്നും, നമ്മളൊന്നും മനസ്സിൽ കരുതിയിട്ടുള്ള സമാധാനക്കേടല്ല യഥാർത്ഥത്തിലുള്ള സമാധാനക്കേട് എന്നും, യഥാർത്ഥത്തിലുള്ള സമാധാനക്കേട് യുദ്ധമുണ്ടാകാതിരിക്കലല്ല, പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കലല്ല, പരീക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കലല്ല, രോഗങ്ങൾ വരാതിരിക്കലല്ല, കടം കൊണ്ട് വീർപ്പ് മുട്ടാതിരിക്കലല്ല, ആക്ഷേപങ്ങളെ കൊണ്ട് പ്രയാസപ്പെടാതിരിക്കലല്ല. ഇതൊന്നുമല്ല സക്കീനത്ത്. അതൊക്കെ ബദറിൽ കിട്ടിയില്ലേ? അതൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഈ പറഞ്ഞൊക്കെ ഉണ്ടായില്ല എല്ലാ പ്രതിസന്ധിയിലും. എന്നിട്ടും അള്ളാഹ് പറയുന്നത് ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അപ്പോൾ ആ സക്കീനത്തിനെയാണ് ഞാൻ ആ ഒരു കംഫോർട്ട് ഫീലിംഗ് എന്ന് വിളിച്ചത്. ഒരു സുരക്ഷിതത്വ ബോധം, ഒരു റിലാക്സ് ചെയ്യാൻ കഴിയും. എനിക്ക് പ്രശ്നമില്ല. നമ്മളെപ്പോഴാണ് റിലാക്സ് ചെയ്യുക? എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും മാറി എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ റിലാക്സ് ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ സക്കീനത്ത്. ആ സക്കീനത്തിന് ഇസ്ലാം ഒരുപാട് ഗ്രേഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആ സക്കീനത്തിന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ആ ഗ്രേഡുകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ മതി. അത് വിശ്വാസം കൊണ്ട് കിട്ടുന്നതാണ് ആ സക്കീനത്ത്. ആ സക്കീനത്തിൻ്റെ ഒന്നാമത്തെ ഗ്രേഡാണ് യഥാർത്ഥത്തിൽ ഖുശൂ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ സക്കീനത്ത് ലഭിക്കേണ്ടത് അവൻ്റെ സ്വലാത്തിലായിരിക്കണം, അവൻ്റെ ഇബാദത്തിലായിരിക്കണം. അവിടെയാണ് സക്കീനത്ത് ഉണ്ടാകേണ്ടത്. അവിടെ നമ്മൾ സ്വലാത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഒരു റിലാക്സേഷന് വേണ്ടി പോവുകയാണ്. അതാണ് സ്വലാത്ത്. ഒരു ആശ്വാസത്തിന് വേണ്ടി പോവുകയാണ്. അതാണ് സ്വലാത്ത്. അതുകൊണ്ടാണ് ഈ സക്കീനത്തിൻ്റെ ഒന്നാമത്തെ ഗ്രേഡായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശദീകരിച്ചത്. ഒന്നാമത്തെ ഗ്രേഡ് അൽ ഖുശൂ എന്നതാണ്. ഖുശൂ ഇല്ലെങ്കിൽ സക്കീനത്തുണ്ടാവുകയില്ല. സക്കീനത്തിൽ നിന്ന് വരേണ്ടതാണ് ഖുശൂ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമുക്ക് സക്കീനത്തുണ്ടോ അറിയാനുള്ള ഒന്നാമത്തെ മാർഗം സ്വലാത്തിൽ നമുക്ക് ഖുശൂ ലഭിക്കുന്നുണ്ടോ എന്നതാണ്. അതാണ് ബദറിലെ സഹാബത്തിൻ്റെ സക്കീനത്തിൻ്റെ സവിശേഷത. അതായിരുന്നു അവർക്ക് ആ ഒരു തരം ഒരു കംഫോർട്ട് ഫീലിംഗ് അവർക്ക് കിട്ടി. എത്ര കടുപ്പമുള്ള ശക്തിയാണ് അപ്പുറത്ത്, എന്നിട്ട് ഒരു ഭയം ഉണ്ടായില്ല. ധൈര്യപൂർവ്വം നിന്നു. ഒരു പ്രതിസന്ധിയും അവർക്ക്, ഒരു പ്രയാസവും അവർക്ക് തോന്നിയില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ സക്കീനത്തിൻ്റെ ഒന്നാമത്തെ ഗ്രേഡായ ഖുശൂ എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്വലാത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുകയാണ്, അന്നക തഖിഫു ബൈന യദയില്ലാഹ്. അതാണ് നമ്മുടെ മനസ്സ് നമ്മോട് പറയാം, നീ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ഇതുപോലെ നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറ്റൊരു ദിവസം നിൽക്കേണ്ടി വരും. 2, നമ്മളോട് പറയാണ്, നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറയണത്, നീ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ ഇനിയും നിൽക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആൾ പോലും സലാത്തിലേക്ക് പോകണ നിങ്ങൾ കാണുന്നില്ലേ? ആലോചിക്കൂ. രാവിലെ മുതൽ കച്ചവടം ചെയ്യുന്ന ഒരാൾ കച്ചവടത്തിൽ ഒരുപാട് കൃത്രിമൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാലും ലൊഹർ ബാങ്ക് കേട്ടാൽ അല്ലെങ്കിൽ ലൊഹർ സമയമായാൽ സലാത്ത് നിർവഹിക്കണമെന്നൊരു ഫീലിംഗ് അവൻ്റെ മനസ്സിൽ വരും. അവൻ മുസ്ലിമാണെങ്കിൽ അത് വരും. പക്ഷെ അതുകൊണ്ട് ഈ സക്കീനത്ത് കിട്ടൂല. ആ സക്കീനത്ത് കിട്ടണമെങ്കിൽ ആ സ്വലാത്തിലേക്ക് ചെന്നു നിൽക്കുമ്പോൾ ഈ സ്വലാത്ത് എനിക്ക് എൻ്റെ എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും എന്നെ മുക്തമാക്കാനുള്ളതാണെന്ന ഒരു തോന്നൽ അവന് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ഖുശൂ ഉണ്ടാവുകയും വേണം. അവിടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഖുശൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് ഖുശൂ? ഈ സക്കീനത്തിൽ നിന്ന് കിട്ടേണ്ട ഖുശൂ എന്താണ്? അത് യഥാർത്ഥത്തിൽ വിനയപൂർവം അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം നമ്മളെ അർപ്പിക്കുന്നതിനെയാണ് ഖുശൂ എന്ന് വിളിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയപൂർവം നാം നമ്മളെ അർപ്പിക്കേണ്ട ഒരു സബ്മിഷനാണ് മുഴുവൻ. ഞാനൊന്നുമല്ല. അപ്പോൾ നമുക്ക് സമാധാനം കിട്ടുകയാണ്. നമ്മൾ അള്ളാഹുവിലത് ആ രൂപത്തിലൊരു അർപ്പണ മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കിട്ടുകയാണ്. അതാണ് സക്കീനത്തിൻ്റെ ഒന്നാമത്തെ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അപ്പോൾ നമ്മളത് ഓരോ സംഗതികളും ഇപ്പോൾ ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഖുശൂ ഉണ്ടായാൽ നമുക്ക് എന്ത് കിട്ടും? ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. ഖുശൂവോടുകൂടി 2 റക്അത്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് അനുഭവപ്പെടും നമ്മുടെ ഈമാൻ വർദ്ധിച്ചതായി. നമുക്ക് തന്നെ നേരത്തെ പറഞ്ഞ ഒരു തരം റിലാക്സ് നമുക്ക് കിട്ടിയ മാതിരി നമുക്കിങ്ങനെ അനുഭവപ്പെടും. അതാണല്ലോ സക്കീന. രണ്ടാമത്തേത് സക്കീനത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് കിട്ടേണ്ട സമാധാനത്തിൻ്റെ രണ്ടാമത്തെ ഗ്രേഡ് തുമഅ്നീനത്ത് എന്നതാണ്. ഒരുപാട് നമ്മൾ കേട്ടതായിരിക്കും. എന്താണ് യഥാർത്ഥത്തിൽ? അതിനും നമ്മുടെ ഭാഷയിൽ പറയാനുള്ള പരിഭാഷ സമാധാനം തന്നെയാണ്. തുമഅ്നീനത്ത് ഒക്കെ സമാധാനമാണ്. അതൊന്നും ശരിക്കെന്താ വെച്ചാൽ നാം വിചാരിച്ചിട്ടുള്ള സമാധാനമല്ല അതൊന്നും. എന്താണ് തുമഅ്നീനത്ത്? എങ്ങനെയാണ് നാം അതിനെ തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞല്ലോ. തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് കിട്ടേണ്ട ഒരു സമാധാനമാണ് തുമഅ്നീനത്ത് എന്ന് പറയുന്നത്. ഹൃദയങ്ങൾക്ക് കിട്ടേണ്ട സമാധാനം അതെവിടെ കിട്ടും? അത് ഈ സക്കീനത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് റിലാക്സ് ആകണമെങ്കിൽ നമുക്ക് എവിടെ സമാധാനം ഉണ്ടാകണം? നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണം. അപ്പം നമുക്ക് റിലാക്സ് ആകാൻ കഴിയുള്ളൂ. ഇനി എന്തൊക്കെ ഒച്ചപ്പാടുണ്ടായാലും ബഹളങ്ങൾ ഉണ്ടായാലും ശരി, നമ്മളറിയില്ല. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ഹജ്ജിൻ്റെ 1-ാമത്തെ ആയത്തിൽ ഖിയാമത്തിൻ്റെ സക്കറാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന സൽസലത സ്സാഅതി ലശൈഉൻ അളീം. ഭയങ്കരമായിരിക്കും ഖിയാമത്തിൻ്റെ ആ ഇടിമുഴക്കം, ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ, കുലുക്കങ്ങൾ ഒക്കെ ഭയങ്കരമായിരിക്കും. നമുക്കറിയാം. എന്നിട്ട് പറയുന്നത് യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. മുലയൂട്ടുന്ന എല്ലാ ജീവികളും ആ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെ വിട്ടേച്ചു പോകുന്ന ദിവസം. മനുഷ്യൻ മാത്രമല്ല കേട്ടോ, എല്ലാം. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംല. അതിൻ്റെ ആ ഭയാനകതയാണ്. തദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. ഗർഭമുള്ളതൊക്കെ പ്രസവിക്കണ ദിവസം. എന്തുകൊണ്ടാണ്? ഒച്ചയുണ്ട്, ബഹളം കൊണ്ട്, പേടി കൊണ്ട് പ്രസവിക്കും. അല്ല, പ്രസവിക്കാൻ സമയമായിട്ടല്ല. 3 വതറന്നാസ സുക്കാറ. ജനങ്ങളൊക്കെ അന്ന് സുക്കാറകളായിരിക്കും. സുക്കാറ എന്ന് പറഞ്ഞാൽ എന്താ? അത് സക്കീനത്ത് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥയാണെന്ത്? സുക്കാർ. എന്നിട്ടൊരു വാചകം പറയുന്നുണ്ട്, അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. വമാഹും ബി സുക്കാറ. ആരാഹും? വമാഹും ബി സുക്കാറ. എന്നാൽ അവർ സുക്കാറകളാവുകയില്ല.
ആരാണ് ഹും? അതാണ് ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം. അവിടെ യാതൊരു തരത്തിലുള്ള ആ ഒച്ചപ്പാടൊന്നും, ചിലപ്പോൾ ഇപ്പോൾ ഒരു വെടിയൊച്ച കേട്ടാൽ നമ്മൾ ബേജാറാവും, അല്ലെങ്കിൽ 4 പടക്കോ അമ്മിട്ടോ ഒക്കെ പൊട്ടിയാൽ ആകെ പ്രശ്നമാകും. പക്ഷെ ഖിയാമത്ത് നാളിൽ ഖിയാമത്തിൻ്റെ തുടക്കമെന്ന നിലക്കുണ്ടാകാൻ പോകുന്ന പ്രകമ്പനങ്ങളും ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഭയങ്കരമാണ്. പക്ഷെ അവിടെയൊക്കെ എന്താണ്? വമാഹും ബിസുകാറ. ഒച്ചപ്പാട് കൊണ്ട്, ആ ഒരു ബഹളം കൊണ്ടുണ്ടാകാവുന്നതൊക്കെ പറഞ്ഞു. വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. എന്നാലും വമാഹും ബിസുകാറ. അതാണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞത്. അതാണ് യഥാർത്ഥത്തിലുള്ള തുമഅനീനത്ത് എന്ന് പറയുന്നത്. അതാർക്കാ കിട്ടുക? അതിന് ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അള്ളാഹു ആരുടെ ഹൃദയങ്ങളിലേക്കാണോ സക്കീനത്ത് നൽകിയിട്ടുള്ളത് അവർക്കാണ് തുമഅനീനത്ത് കിട്ടുക. സക്കീനത്തിലൂടെയാണ് തുമഅനീനത്ത് കിട്ടേണ്ടത്. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ താമസിക്കുകയാണെന്ന് നോക്കുക. നമ്മളും നമ്മുടെ കുട്ടികളും, ഒരു ചെറിയ കുട്ടി നമുക്കുണ്ട് എന്ന് വിചാരിച്ചു. ഭയങ്കരമായി ഒരു ഒച്ച കേട്ടു, എന്തോ പൊട്ടിത്തെറിക്കണ ശബ്ദം. വീടൊക്കെ അപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് തോന്നി. ആ സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഭാര്യ നമ്മളൊക്കെ ഓടുകയാണ്, പുറത്തേക്ക് ഓടുക. കാരണം വീട്ടിലാണെന്ത്? പൊട്ടിത്തെറി. പുറത്തേക്ക് ഓടുമ്പോൾ എൻ്റെ ഭാര്യ, എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്, എൻ്റെ ഭാര്യ കുട്ടിയെ എടുത്താണ് ഓടുന്നത്. പക്ഷെ പുറത്തെത്തിയിട്ട് നോക്കുമ്പോഴാണ് ഒക്കത്ത് വെച്ചത് കുട്ടിയല്ല എന്ന് മനസ്സിലാണ്. പുറത്തെത്തിയിട്ട് നോക്കുമ്പോൾ ഒക്കത്ത് വെച്ചത് ഒരു തലയണയാണ്. ഇതാണ് സുഖാറ. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ പഠിപ്പിച്ചത്. ഒക്കത്ത് വെച്ചത് പുറത്തെത്തി നോക്കുമ്പോൾ ഒരു തലയണയാണ്, കുട്ടിയല്ല. കുട്ടിനെയാണ് എടുക്കേണ്ടിയിരുന്നത്. കുഞ്ഞിനെയാണ് ഈ ഒച്ച കേട്ടപ്പോൾ, സ്ഫോടനത്തിൻ്റെ ഒച്ച കേട്ടപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ എടുത്തത് ഇതിനെ. അതാണ് സുഖാർ. എന്തുകൊണ്ടാണത്? തുമഅനീനത്തില്ലാത്തത്. ഹൃദയത്തിന് സമാധാനം കിട്ടി. ആ ഹൃദയത്തിൻ്റെ സമാധാനത്തിൻ്റെ പേരാണെന്ത്? തുമഅനീനത്ത്. അതെവിടുന്ന് കിട്ടണം? സക്കീനത്ത് കിട്ടണം. അപ്പോഴാണ് നമുക്ക് റിലാക്സ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനെയാണ് യഥാർത്ഥത്തിൽ റിലാക്സ് എന്ന് വിളിക്കേണ്ടത്. ആ തുമഅനീനത്ത് നമുക്കില്ലെങ്കിലോ കഴിഞ്ഞില്ലേ? റിലാക്സ് ഉണ്ടോ? നമ്മൾ ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ പുറത്തിറങ്ങിയത് തലക്കണിയായിട്ടാണ്, എന്തല്ല കുട്ടിനെയായിട്ടല്ല. കുട്ടിനെയായിട്ടാണ് ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷേ സ്വബോധം നഷ്ടപ്പെട്ടു, ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെടാതിരിക്കുക എന്നത് ഈമാൻ നൽകുന്ന ഒരു സമ്മാനമാണ്. വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന സമാധാനത്തിൻ്റെ സവിശേഷത അതാണ്. അവിടെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലാകിന്ന അദാബല്ലാഹി ശദീദ് എന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു വിശ്വാസി എന്ത് പ്രതിസന്ധികളുടെ മുമ്പിൽ അവൻ കുലുങ്ങുകയില്ല. ഒച്ചപ്പാടുകളും ബഹളങ്ങൾക്കും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അവൻ പിടിച്ചു നിൽക്കും, അവൻ മുത്മഇന്നായിരിക്കും. അതാണ് അവൻ്റെ പ്രത്യേകത. സക്കീനത്തിനുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ഗ്രേഡ് ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. നമ്മൾ മറക്കരുത്, അതൊരു ഭയങ്കര ആയത്താണ്. ഞാൻ അതുകൊണ്ട് ആവർത്തിക്കണേ. ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. സക്കീനത്തിനുണ്ടായിരിക്കേണ്ട സിയാദത്തുൽ ഈമാൻ, ഈമാൻ സക്കീനത്ത് കൊണ്ട് കിട്ടണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട സക്കീനത്തിൻ്റെ മൂന്നാമത്തെ ഗ്രേഡ് അർരിദാ ബിമാ ഖസമല്ലാഹു ലക്. എന്താണ് അങ്ങനെ പറഞ്ഞ? അർരിദാ ബിമാ ഖസമല്ലാഹു ലക്. അതിനെയാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാവുന്നത് സാറ്റിസ്ഫാക്ഷൻ. നമുക്കെന്താണോ അള്ളാഹു നൽകിയിട്ടുള്ളത് അതിൽ തൃപ്തിപ്പെടുക. അത് സക്കീനത്തിനേ കിട്ടുള്ളൂ. ആ സക്കീനത്ത് ഈമാനിൽ നിന്നേ വരുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനുഷ്യന്മാരിൽ ഭൂരിഭാഗവും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തവരാണ്. നിങ്ങൾ ഈമാനിനെതിരെയുള്ള എല്ലാ സാധനങ്ങളും നോക്കിയിട്ട് ഇതിൽ നിന്ന് വന്നായിരിക്കും.
അസൂയ, വെറുപ്പ്, കോപം, യുദ്ധം, ശത്രുത, ഏഷണി, പരദൂഷണം. ഇങ്ങനെ ഇനി വേറെ ഒന്നും ആലോചിച്ചു, പലിശ, കളവ്, സാമ്പത്തികമായിട്ട് ആലോചിച്ചു, ഒക്കെ ഇന്ന് വന്നത്. അല്യതാഭിമാ കസമല്ലാഹുലക്ക്, അള്ളാഹു എനിക്ക് തൃപ്തിപ്പെട്ട് വീതിച്ച് തന്നതിൽ ഞാൻ എന്താകുന്നില്ല, സംതൃപ്തനാകുന്നില്ല. അയാൾക്ക് സമാധാനം കിട്ടുമോ? കിട്ടൂല. ബദറിൽ നിങ്ങൾ ആലോചിക്കുക, ഒന്നുമില്ലല്ലോ അവർക്ക്. ബദറിലേക്ക് നമുക്ക് പോകാം. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, ആ യുദ്ധത്തിൻ്റേതാണ്. അവിടെ ഒന്നും കിട്ടിയില്ല. ഇതേ കിട്ടിയോ? ദാഹിച്ചപ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടിയിട്ടില്ല, ഭക്ഷണം കിട്ടിയിട്ടില്ല, ഒരു വസ്തുവില്ല. പക്ഷേ അവരനുഭവിച്ചത് സക്കീനത്തായി. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അതാണ് യഥാർത്ഥത്തിൽ എന്ത്? അർയദാ ബിമാ ഖസമല്ലാഹു ലക. അതൊരു പ്രത്യേകമായ അവസ്ഥയാണ്, പ്രത്യേകമായ ഒരവസ്ഥയാണ്. എല്ലാവർക്കും അത് കിട്ടൂല. അങ്ങനെ അത് കിട്ടിയ ആൾക്കോ അയാൾക്ക് സക്കീനത്തുണ്ടാവും. അയാൾക്ക് പൂർണ്ണമായ സക്കീനത്ത് അയാൾ അനുഭവിക്കും, അയാൾ ആസ്വദിക്കും ജീവിതത്തെ. അതാണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. ആസ്വദിക്കുകയാണ് അയാൾ, സമ്പൂർണ്ണമായ അയാൾ ജീവിതത്തെ ആസ്വദിക്കും. അതാണ് വിശ്വാസം നൽകുന്ന ആനന്ദം എന്ന് പറയും. ഇനി നിങ്ങൾ ആയത്തിലേക്ക് തിരിച്ചു വരൂ. ഹുവല്ലദീ അൻസല സക്കീനത. എവിടെയാണ്? വീട്ടിലല്ല. ആണോ? അല്ല. ഭാര്യയിലല്ല, ഭർത്താവിലല്ല, മക്കളിലല്ല, ബിസിനസ്സിലല്ല. നമ്മളിതിലൊക്കെ പറയല്, എൻ്റെ വീട്ടിലൊരു സമാധാനമില്ല, എൻ്റെ കച്ചവടത്തിനൊരു സമാധാനമില്ല, എൻ്റെ മക്കളിൽ എനിക്കൊരു സമാധാനമില്ലാതായിപ്പോയി, എൻ്റെ ഭാര്യ അങ്ങനെ ആയിപ്പോയി, എൻ്റെ ഭർത്താവ് അങ്ങനെ ആയിപ്പോയി. ഉണ്ടാവില്ല. അവിടെ ഒന്നും സക്കീനത്ത് ഉണ്ടാവില്ല. നിങ്ങളീ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമാധാനം ചിലപ്പോൾ അവിടെ ഉണ്ടാവും. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ച സക്കീനത്തുണ്ടല്ലോ, ആ സക്കീനത്ത് അതവിടെ ഉണ്ടാവില്ല. അതെവിടെ? ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബ്. അതിൻ്റെ മഹല്ല് എവിടെയാ? ഖൽബാണ്, വീട്ടിലല്ല. അതുകൊണ്ട് വീട്ടിൽ സമാധാനമില്ല എന്ന് ആരും പറയണ്ട, അതുണ്ടാവില്ല. വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെ സമാധാനം ഉണ്ടാകേണ്ട ഒരു സ്ഥലമല്ല. എൻ്റെ മക്കളിൽ സമാധാനമില്ല, ഉണ്ടാവില്ല. എൻ്റെ ഭാര്യയിൽ സമാധാനമില്ല, ഉണ്ടാവില്ല. പ്രശ്നങ്ങളുണ്ടാവും. ഭർത്താവിൽ എനിക്ക് സമാധാനമില്ല, ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ഖൽബിലോ? അതാണ് പ്രശ്നം. അതാണ് പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സക്കീനത്തിൻ്റെ അർത്ഥം പറഞ്ഞത് തെറ്റായി പോകും. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. എല്ലാ ഖൽബിലും കിട്ടുമോ? കിട്ടൂല. അതാണ് ആ ഖുലൂബിൻ്റെ പ്രത്യേകത. ഖുലൂബിൽ മുഅ്മിനീൻ. ഇനി അതിൻ്റെ മുമ്പ് ഒന്നുകൂടി മനസ്സിലായിക്കോ. ഹുവ അല്ലദീ. ഹുവ എവിടുന്നാ സമാധാനം കിട്ടുക? അള്ളാഹിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഹുവ അല്ലദീ. ഹുവ അല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബി. ഹൃദയങ്ങളിൽ സക്കീനത്ത് ഇറക്കിയവൻ, ഉണ്ടാക്കിയവൻ, അവതരിപ്പിച്ചവൻ, പ്രതിഷ്ഠിച്ചവൻ, രൂപപ്പെടുത്തിയവൻ, പ്രോഗ്രാം ചെയ്തവൻ അവൻ മാത്രമാണ്. അവന് മാത്രമേ കഴിയൂ. വേറൊരു സാധനത്തിനും ഉണ്ടാക്കാൻ കഴിയില്ല. മറ്റത് അന്ധവിശ്വാസമാണ്. നല്ല ഭാര്യ ഉണ്ടായാൽ, അല്ലെങ്കിൽ നല്ല ഭർത്താവ് ഉണ്ടായാൽ, നല്ല മക്കളുണ്ടായാൽ, നല്ല ജോലി ഉണ്ടായാൽ, നല്ല ലാഭം ഉണ്ടായാൽ സക്കീനത്ത് ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്നത് സമാധാനം ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ സക്കീനത്ത് ഉണ്ടാവില്ല. അത് അള്ളാഹുവിന് മാത്രം ഉണ്ടാവും. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, ഇതൊക്കെ ഉള്ളവരെ കണ്ടില്ല നിങ്ങൾ ഭയങ്കര ബേജാറായിരിക്കും. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ പെരും ബേജാറിൻ്റെ അങ്ങേയറ്റായിരിക്കും. എന്നതൊന്നും ഇല്ലാത്തവനോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ കോഴിക്കോട്ട് അങ്ങാടി കൂടെ ഇങ്ങനെ രാവിലെ നടന്നാൽ ഒരു 5 മണിക്കൊക്കെ ഇങ്ങനെ നടന്നാൽ കാണാം, പീഡിയത്തിന്നയിലും ആ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ആൾക്കാരങ്ങനെ ഉറങ്ങണം. ഭയങ്കര ഉറക്കമായിരിക്കും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ ആർക്കാ പ്രശ്നം? അപ്പുറത്ത് വലിയ ഫ്ലാറ്റ് ഉണ്ടാവും, ഭയങ്കര ഉയരമുള്ള. ആ ഫ്ലാറ്റിൻ്റെ ഏറ്റവും ഉയരത്തിൽ സുഖമായിട്ട് എയർ കണ്ടീഷൻ റൂമിൽ കിടന്നുറങ്ങണമെന്ന് ഭയങ്കര പ്രശ്നമായിരിക്കും.
ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബി, ഖുലൂബിലാണ്. ആ ഖുലൂബിൻ്റെ സവിശേഷതയാണ് അൽ മുഅ്മിനീൻ. അൽ മുഅ്മിനീൻ, ഖൽബുൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറയുന്നുണ്ട്, ലൗ വസ്സഅ ഒരു മുഅ്മിനിൻ്റെ ഖൽബിലുള്ള തുമഅനീനത്ത് ലൗ വസ്സഅ അലാ അഹ്ലി ബലദിൻ ലകഫാഹും. അതാണ് അതിന് പ്രത്യേകം. ഒരു നാട്ടുകാർക്ക് മുഴുവൻ വീതിച്ചു കൊടുത്താൽ അത് മതിയാവും. അതാണ് മുഅ്മിൻ്റെ, അത് വറ്റൂല. ആ തുമഅനീനത്ത് വറ്റുകയില്ല. ആ ഹൃദയത്തിൻ്റെ സമാധാനം അവനിൽ നിന്ന് വറ്റിപ്പോവുകയില്ല, തീർന്നു പോകില്ല. എത്ര വേണമെങ്കിലും എന്ത് ചെയ്യുക, വീതിച്ചു കൊടുക്കുക. എന്തിനാണത്? എന്താണ് അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്താ? ആ സക്കീനത്തിൻ്റെ ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം. ബദർ യുദ്ധത്തിൽ ഒരൊറ്റ മനുഷ്യനും നിർവീര്യമായില്ലല്ലോ. ആയോ? ഒരൊറ്റ മനുഷ്യനും പിന്നിലേക്ക് പോയില്ലല്ലോ. പേടിച്ച് പുറത്തേക്ക് പോയോ? ഉറച്ചു നിന്നില്ലേ? ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. അവിടെ ഒരു സംഗതി കൂടി നമ്മൾ മനസ്സിലാക്കണം. സക്കീനത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ സക്കീനത്ത്? ആ സക്കീനത്തും ആ സക്കീനത്തനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ ആസ്വാദനവും രണ്ടും രണ്ടാണ്. ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സക്കീനത്തും ലദ്ദത്തും രണ്ടാണ്. ലദ്ദത്ത് റസൂലിൻ്റെ ഭാഷയാണ്. ലദ്ദത്ത് എന്താ? ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരു എൻജോയ്മെൻ്റാണ്, ആസ്വാദനം. അതല്ല സക്കീനത്ത്. അത് രണ്ടും രണ്ടാണ്. നമ്മളത് രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കണം. ആസ്വാദനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ സക്കീനത്തിൻ്റെ 3 സംഗതികൾ നമ്മൾ പറഞ്ഞല്ലോ. 1 ഖുശൂ ആണ്, 2 തുമഅനീനത്താണ്, 3 അർറിദാ ബിമാ ഖസമല്ലാഹു ലക്. 1 ഖുശൂ ആണ്, സബ്മിഷൻ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരവസ്ഥ. 2ാമത്തേത് തുമഅനീനത്താണ്, അത് ഹൃദയത്തിൻ്റെ സമാധാനമാണ്. 3ാമത്തേത് അള്ളാഹു നൽകിയതിലുള്ള സംതൃപ്തിയാണ്. ഇത് 3ഉം ഒരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയൂ. വേറെ ആരും ജീവിതത്തെ ആസ്വദിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ കുറച്ച് വളരെ അടുത്ത കാലത്ത് മരിച്ച ഒരു, അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിച്ച, അല്ലെങ്കിൽ എങ്ങനെയോ കൊല്ലപ്പെട്ട ഒരു ഭയങ്കരമായി ജനങ്ങളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചെയ്ത ഒരാളുണ്ടല്ലോ. ആളെ ചിത്രങ്ങളെ മനസ്സിൽ വന്നല്ലോ. എത്രയാണ് നമ്മൾ ചിരിച്ചത്, എത്രയാണ് രസിച്ചത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മനുഷ്യൻ ജീവിതം ആസ്വദിച്ചിരുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞല്ലോ. നമ്മളെ ചിരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം കരയുകയായിരുന്നു. എന്തേ അങ്ങനെ സംഭവിച്ചത്? അയാൾക്ക് ഈ ആസ്വാദനത്തിന് ആവശ്യമായ സക്കീനത്തിൻ്റെ 3 ഗ്രേഡുകൾ അയാൾക്ക് കിട്ടിയിട്ടില്ല. അതയാൾക്ക് കിട്ടൂല. കാരണം അള്ളാഹു അത് എവിടെ ഇറക്കൂ? ഫീ ഖുലൂബിൽ മുഅ്മിൻ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു ഖുലൂബുകൾ നമുക്കുണ്ടാകണം എന്നതായിരിക്കണം. നമ്മൾ പതറിപ്പോകാൻ പാടില്ല. നമ്മുടെ ഖുലൂബുകളിൽ അള്ളാഹു എന്ത് വേണം? അള്ളാഹു അവിടെ നമുക്ക് സക്കീനത്ത്. ആ സക്കീനത്ത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബൗദ്ധികമായ ആവശ്യങ്ങളുമായി ആ സക്കീനത്തിനൊരു ബന്ധവുമില്ല. ആ സക്കീനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉൽപ്പന്നമായ ആസ്വാദനത്തിനും ഭൗതിക ജീവിതവുമായൊരു ബന്ധവുമില്ല. നമ്മളെക്കാൾ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ടാവും തെരുവിലുള്ള പിള്ളേർ. ഈ തെരുവ് പിള്ളേരൊക്കെ പിടിച്ച് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ഒരു പുതിയ പ്രോജക്റ്റ് കൊണ്ടുവന്നു. സ്ട്രീറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. സ്ട്രീറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ തെരുവിൽ കുറേ മക്കളുണ്ടാവും. ആ മക്കളൊക്കെ
ഗവൺമെൻറ് എന്ത് ചെയ്തു വെച്ചാൽ ഈ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലൊരു സ്ഥലം ഉണ്ടാക്കി. എന്നിട്ട് ഈ കുട്ടികളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വൈകുന്നേരം റോട്ടുമ്മ കിടക്കണ്ട, നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഉറങ്ങിക്കോ. നിങ്ങൾക്ക് അവിടെ വന്നാൽ ഭക്ഷണം ഉണ്ടാവും, സുഖമായിട്ട് ഉറങ്ങും ചെയ്യാം, പിന്നെ എൻജോയ്മെൻറ്റിന് TV പ്രോഗ്രാം ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സെൻറ്ററുകൾ പല സ്ഥലങ്ങളിലും ഗവൺമെൻറ് സ്ഥാപിച്ചു. ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ ഇത് സ്ഥാപിച്ച സാമൂഹ്യ പ്രവർത്തകരുടെ പ്രതീക്ഷ, ഈ തെരുവിലുള്ള മക്കളൊക്കെ അവിടെ വരും എന്നായിരുന്നു. എന്നിട്ട് അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് അവിടെ ഉറങ്ങി TV ഒക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ഇരിക്കും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ച. അവിടെ കുട്ടികൾ വന്നില്ല. അവസാനം കുട്ടികളെ തെരുവിൽ ഈ പോലീസുകാർ പിടിച്ചു കൊണ്ടുവന്ന് കുട്ടികളെ ഫലമായി അവിടെ ആക്കി. കാരണം പല പ്രശ്നവും ഉണ്ടാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പെൺകുട്ടികളെ തെരുവിൽ വെച്ച് രാത്രി പല പ്രശ്നങ്ങളും കേട്ടല്ലോ. ഫലമായി അവിടെ പിടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് അവിടെ ഭയങ്കര ബേജാറാണ്. അവർ തീരെ ആസ്വദിച്ചില്ല ആ ജീവിതം. അവർക്കവിടെ കിട്ടി ഭയങ്കരമായ പ്രയാസമായിരുന്നു. ഒരു ജയിലിലറച്ച പ്രതീതിയായിരുന്നു അവർക്ക്. ആസ്വാദനം, അത് ഭൗതികമായ വിഷയങ്ങളെ കൊണ്ട് ആസ്വാദനം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. അത് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ഈ സക്കീനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലദ്ദത്തിലേക്ക് ഖുശൂഇലൂടെയും തുമഅനീനത്തിലൂടെയും അള്ളാഹു നൽകിയതുകൊണ്ട് സംതൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലൂടെയും നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ അനുഭവിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഒരു ഹദീസ് നിങ്ങളെപ്പോഴും കേട്ടിട്ടുണ്ടാവും. സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പറയുന്ന ഒരു ഹദീസാണ്, മജ്തമാ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി. യത്ലൂന കിതാബ് അല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ കിതാബിനെ വായിച്ചുകൊണ്ടിരുന്നു. വയതദാറസൂനഹു ബൈനഹും, അവരിങ്ങനെ പഠിക്കണം ആ കിതാബിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അങ്ങനെ ഒരു ടീമുണ്ടെങ്കിൽ ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അവർക്ക് സക്കീനത്ത് ഇറങ്ങാതിരിക്കുകയില്ല. എന്താ? പണമുണ്ടോ? നല്ല വീടുണ്ടോ? നല്ല ഭക്ഷണമുണ്ടോ? നല്ല വാഹനമുണ്ടോ? എന്തോ ചെയ്ത്? അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് കിട്ടുന്ന, നമ്മുടെ ഭാഷയിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി കിട്ടുന്ന വല്ല സാധനം അവിടെ ഉണ്ടോ? ഒന്നുമില്ല. അവരെന്താ ചെയ്തത്? അവരല്ലാഹുവിൻ്റെ ഒരു ബൈത്തിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് അള്ളാഹുവിൻ്റെ കിതാബ് വായിച്ചു. ആ കിതാബിനെ അവർ പഠിച്ചു. ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന. അത് ചിലപ്പോൾ ഭൂമിയിലായിരിക്കും, നിലത്തായിരിക്കും ഇരിക്കുക. പള്ളിയിൽ ഒരു സൗകര്യം ഉണ്ടാവില്ല, ചാരി ഇരിക്കാനൊന്നും കഴിയൂല, കാറ്റൊന്നും ഉണ്ടാവില്ല, AC ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര പ്രയാസമായിരിക്കും. ഈ റസൂലുള്ളാഹി ഹദീസ് പറയുന്ന പള്ളി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഏതാണ്? ആ പള്ളിയിൽ അവർക്ക് കിട്ടിയത് സക്കീനത്തായിരുന്നു. നമുക്ക് നല്ല വലിയ പണം കൊടുത്ത് നമ്മൾ വലിയ വീടുണ്ടാക്കി, അവിടെ നമുക്ക് കിട്ടുന്നുണ്ടോ സക്കീനത്ത്? അപ്പം സക്കീനത്തായി നിന്ന് കിട്ടൂല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതി. ഇനി സഹോദരന്മാരെ, ഈ ലദ്ദത്തിൻ്റെ തൊട്ടടുത്ത അവസ്ഥയെയാണ് ഇസ്ലാം സആദത്ത് എന്ന് വിളിക്കുന്നത്. അതും സക്കീനത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. ലദ്ദത്ത് നമ്മൾ പറഞ്ഞു ഒരു എൻജോയ്മെൻ്റാണ്, ആസ്വാദനം. ഭയങ്കരമായി എനിക്ക് ഭയങ്കര റിലാക്സാണ്, എനിക്കൊരു പ്രശ്നമില്ല, എന്ത് തന്നെ കത്തിയാലും ശരി, ഒരു പ്രശ്നവും എനിക്കില്ല, എവിടെ ആളി കത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? സലാത്തിലേക്കാണ് പോയാൽ എനിക്ക് നല്ല ഖുശൂഅ്, എൻ്റെ ഖൽബിനാണെങ്കിൽ ഭയങ്കരമായ സമാധാനം. അള്ളാഹു എന്താണോ എനിക്ക് തന്നത് ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുക. അതിൽ നിന്നൊരു ആസ്വാദനം കിട്ടും. ആ ആസ്വാദനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിനെയാണ് സആദത്ത് എന്ന് വിളിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മുഖം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരുടെ മുഖത്തും എന്തോ ആണ്, എന്തോ ഉണ്ട്.
എന്താണ് അങ്ങനെ ഒരു മുഖം? ഒരു കാർമേഘം മൂടിയ മാതിരി മുഖം. എല്ലാ സുഖമുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ, കയറി ചെല്ലുമ്പം എൻ്റെ ഭാര്യയുടെ മുഖം ഒരു കാർമേഘം മൂടിയ മാതിരി, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ മുഖം അങ്ങനെ. എല്ലാം ഉണ്ട്, ഭൗതികമായ എല്ലാ സുഖമുണ്ട്. എന്താ അങ്ങനെ? നമ്മൾ അവിടേക്ക് തിരിച്ചു പോകണം. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ. ആ സക്കീനത്തില്ലെങ്കിൽ ഈ സആദത്ത് കിട്ടൂല. ഇത് ഒരിക്കലും കിട്ടില്ല. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സമാധാനം, നമ്മുടെ സആദത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? ഖുശൂ ആണ് നമ്മുടെ ഹാപ്പിനെസ്. നമ്പർ 1. ഖുശൂ ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആകരുത്. കാരണം എന്താ? സക്കീനത്ത് കിട്ടൂല. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? തുമഇനീനത്തുൽ ഖൽബാണ്. നമ്മുടെ ഹൃദയം ഇങ്ങനെ പിടക്കരുത് ആവശ്യമില്ലാതെ. ആവശ്യമുള്ള ഒരുപാട് കാര്യമുണ്ട് പിടക്കാൻ, അതിനൊന്നും നമ്മൾ പിടക്കണില്ല. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യത്തിന് നമ്മുടെ ഹൃദയം പിടക്കുകയാണ്. നമ്മുടെ സആദത്ത് എന്താണ്? അത് എന്താണോ റബ്ബ് എനിക്ക് തൃപ്തിപ്പെട്ട് നൽകിയത്, എന്താണോ റബ്ബ് എനിക്ക് വീതിച്ച് നൽകിയത്, അതിൽ തൃപ്തിപ്പെടലാണ്. അതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കണം. അവിടെയാണ് ലിയസ്ദാദു ഈമാനൻ മഅ ഈമാൻ. അല്ലാത്തൊരു സ്ഥലത്ത് ഈമാൻ മുളക്കൂല, ഈമാൻ കായ്ക്കൂല, ഈമാൻ വർദ്ധിക്കൂല. ഈമാൻ മുളക്കണം. ഈമാൻ മുളക്കണമെങ്കിൽ അത് സആദത്തുള്ള ഖൽബാകണം. ഈമാൻ കായ്ക്കണം. ഈമാൻ ഒരുപാട് തരത്തിൽ വർദ്ധിക്കണം. പല തരത്തിലുള്ള വർധനവുണ്ടാകണം. അവിടെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതി. അതാണ്, അവിടെയാണ് നാം നിൽക്കേണ്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഒരു ഭാര്യയും ഭർത്താവും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഷണ്ട കൂടുന്നത് അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം അതിങ്ങനെ വർണ്ണിക്കുകയാണ്. ഈ ഭർത്താവ് ഭാര്യയോട് പറയാണ്, നിന്നെ ഞാൻ ലഅഷ്ഖിയന്നക, നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കും, നിന്നെ ഞാൻ തീ തീറ്റിക്കും എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണ് വളരെ ശാന്തമായി പറഞ്ഞു, ഇന്നക ലാ തസ്തതിഉ അൻ തശ്ഖി, എന്നെ വെള്ളം കുടിപ്പിക്കാൻ നിനക്ക് കഴിയില്ല, നിനക്കൊരിക്കലും കഴിയില്ല. എന്നിട്ട് ആ പെണ്ണൊരു വാചകം കൂടി പറഞ്ഞു, ഖമാ ലാ തംലികു അൻ തുസ്ഇദനി, എനിക്ക് സആദത്ത് നൽകാൻ നിനക്ക് കഴിയാത്തതുപോലെ. നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലുണ്ടല്ലോ. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കുറ്റം പറയും. എന്തിന്? ജീവിതത്തിലൊരു ഹാപ്പിനെസ് ഉണ്ടാകണില്ല, അവിടേക്കൊന്നല്ല പോകണ്ടേ, അവിടേക്കല്ല പോകേണ്ടത്. അങ്ങനൊരു സംഗതിയില്ല. അതാണ് ഈ പെണ്ണ് പറയുന്നത്, കമാലാത്തം ലിക്കുവൻ സുസൈദനി, എനിക്ക് സഹായത്ത് നൽകാൻ നിനക്ക് കഴിയാത്തതുപോലെ തന്നെ എനിക്ക് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടാക്കാനും നിനക്ക് കഴിയില്ല. അപ്പോൾ ഇയാൾക്ക് കുറച്ചും കൂടി ശുണ്ഠി അധികമായി. ഇയാൾ ചോദിച്ചു, എനിക്ക് കഴിയില്ലേ? കൈഫല അസ്തതിയ, കഴിയില്ലേ, ഞാൻ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ലൗ കാനത്തി സഅദതു ഫീ റാതിബിൻ ലഖതഅതഹു അലൈ. നിങ്ങൾ വിചാരിക്കണേ, നിങ്ങൾ മാസത്തിൽ ചിലവിന് തരേണ്ട ഒരു പണം ഉണ്ടല്ലോ, അതിലാണ് എൻ്റെ സഅദത്ത് എങ്കിലല്ലേ അത് നിങ്ങൾക്ക് മുറിക്കാൻ കഴിയൂ. ഔ സീനത്തിൻ മിനൽ ഹുലി ലഹറംതനി മിൻഹ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സൗന്ദര്യമുണ്ടാകാൻ വേണ്ടി വാങ്ങിത്തന്ന ആഭരണത്തിലാണ് എൻ്റെ സഅദത്ത് എങ്കിലല്ലേ നിങ്ങൾക്കത് മുടക്കാൻ കഴിയുള്ളൂ. ഓരോന്നും ഇങ്ങനെ പറഞ്ഞു. എന്തൊരു അവസാനം പെണ്ണ് പറഞ്ഞു, വലാകിന്നഹ ഫീ ഷൈഇൻ ലാ തംലികുഹു അൻത വലന്നാസ് അജ്മഉ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഭർത്താവിനോട് പറയാം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കോ അല്ല ജനങ്ങൾക്ക് തന്നെയും ഒരിക്കലും ഉടമയാക്കാൻ പറ്റാത്ത ഒന്നിലാണ് എൻ്റെ സഅദത്തുള്ളത്. എൻ്റെ സന്തോഷം അതിലാണ്, എൻ്റെ ഹാപ്പിനെസ് അതിലാണ്. അപ്പോൾ ഈ ഭർത്താവ് ചോദിച്ചു, മാ ഹുവ,
എന്താണത്? അപ്പോൾ ഈ പെണ്ണിൻ്റെ മറുപടി, ഇന്നി അജിദു സഅദതി ഫി ഈമാനി വ ഈമാനി ഫി ഖൽബി വ ഖൽബി ലാ സുൽത്താന ലി അഹദിൻ അലൈഹി ഗൈറ റബ്ബി. ഏതാണ് ആ വാക്കുകൾ എന്ന് പറയുന്നത്? അത് ശരിക്കും ഈ ഒരു സക്കീനത്തിൽ നിന്ന് വന്ന വാക്കാണ്. ആ സ്ത്രീ പറഞ്ഞത് എന്താ? ഇന്നി അജിദു സഅദതി ഫി ഈമാനി, എൻ്റെ ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നത് എൻ്റെ ഈമാനിൽ നിന്നാണ്. അവിടുന്ന് അത് കിട്ടൂ. ഈമാനി ഫി ഖൽബി, എൻ്റെ ഈമാൻ എന്ന് പറയുന്നത് എൻ്റെ ഖൽബിലാണ് അതിൻ്റെ സ്ഥലം, എൻ്റെ ഖൽബിലാണ് അതിൻ്റെ സ്ഥലം. വഖൽബി ലാ സുൽത്താന ലി അഹദിൻ അലൈഹി ഗൈറ റബ്ബി, എൻ്റെ ഖൽബ് എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബല്ലാതെ മറ്റാരും ആ ഖൽബിൻ്റെ രാജാവല്ല. എൻ്റെ ഖൽബിൻ്റെ സുൽത്താൻ, അധികാരം ആ റബ്ബിന് മാത്രമാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിച്ചാൽ എൻ്റെ സമാധാനം കെടുത്താൻ, എൻ്റെ ഹാപ്പിനെസ് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നർത്ഥം. ഇവിടെയാണ് ഈ ഈമാനിൽ നിന്നുണ്ടാകേണ്ട ഈ ഒരു സമാധാനം, വിശ്വാസത്തിലൂടെ ഉണ്ടായിത്തീരേണ്ട ഈ സമാധാനത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാവുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഏതൊരു ഘട്ടത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞു, ബദറിൽ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലാണല്ലോ ഈ പറയുന്നത്. ഹുവല്ലദി അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. എവിടെയാണ്? യുദ്ധത്തിലാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ആവലാതികൾ പറയേണ്ട സമയമാണ്, പരാതികൾ ബോധിപ്പിക്കേണ്ട സ്ഥലമാണ്. പ്രതിസന്ധികൾ ഒരുപാടുണ്ട്, കംപ്ലൈൻറ്റുകളുണ്ട്, കുറവുകളുണ്ട്. നമ്മൾ ആലോചിച്ചു, നമ്മളൊരു സ്ഥലത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്, ഒരു തരം സൗകര്യവുമില്ലാത്ത ഒരു സ്ഥലത്ത്. അവിടെ ഒരുപാട് കുറവുകളും ന്യൂനതകളും ഒക്കെയുണ്ട്, പക്ഷേ പരാതികളില്ല. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അത് നമ്മളെ ഈമാൻ എത്തിക്കണം അങ്ങോട്ട്. ആ ഈമാൻ നമ്മളെ എത്തിക്കണം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ പറയാറുണ്ടായിരുന്നു, ലാ തുക്സിരി ശക്വ ഫയഅതീകൽ ഹം. പരാതികൾ നീ വർദ്ധിപ്പിക്കരുത്. പരാതികൾ വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഹമ്മുണ്ടാകും. ഹമ്മ്, ദുഃഖം, തീരാത്ത ദുഃഖമാണ് ഹമ്മ് എന്ന് പറഞ്ഞാൽ. എത്രയും തീരാത്ത തരം ദുഃഖം. വലാകിൻ അക്സിർ മിൻ അൽഹംദുലില്ലാഹ് ഫയഅതീക സഅദ. നീ വർദ്ധിപ്പിക്കേണ്ടത് എന്തായിരിക്കണം? അൽഹംദുലില്ലാഹ് എന്നതായിരിക്കണം. അപ്പോൾ സഅദത്ത് ഇങ്ങനെ വരും. സഅദത്ത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. സഅദത്ത് ഇങ്ങനെ വരും, അൽഹംദുലില്ലാഹ്. മറ്റത് വേണ്ട. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും എവിടെയായാലും പരാതികളില്ലാത്ത ഒരു ജീവിതം. പരാതിയേ ഉണ്ടാകണ്ട. ആരെക്കുറിച്ചും പരാതി വേണ്ട, ഒന്നിനെക്കുറിച്ചും പരാതി വേണ്ട. അൽഹംദുലില്ലാഹ്. പരാതികൾക്ക് പകരം അൽഹംദുലില്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, നമുക്ക് സമാധാനക്കേടുണ്ടാകൽ അവിടെയാണല്ലോ. എന്തേ ഞാൻ ഇങ്ങനെയായി, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഖൽബിലുണ്ട്. അതെന്താ? വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതാണ് ഉത്തരം. ഇനി എത്ര എളുപ്പമുണ്ട് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? പരാതി പറയണ്ട, പരാതിയില്ല എനിക്ക്, അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ട്? ഉത്തരം എന്താ? വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. കൂട്ടരെ, നിങ്ങൾക്ക് പ്രയാസമാണെന്ന് തോന്നുന്നതാകാം നിങ്ങൾക്ക് നന്മ. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാകാം നിങ്ങൾക്ക് തിന്മ. വല്ലാഹു യഅലം. അല്ലാഹുവിനെ അറിയൂ. വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ഒരു ചുക്കും അറിയില്ല. ആലോചിച്ചോക്കൂ, എന്താ? അതല്ലേ സഅദത്ത്. അവിടെയല്ലേ നമുക്ക് സഅദത്ത് കിട്ടുക.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്? നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമുക്ക് സായദത്ത് നഷ്ടപ്പെടുന്നത് നമ്മൾ പലപ്പോഴും യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, തെരുവിൽ കിടക്കുന്ന മനുഷ്യർ എന്താണ് അവരുടെ അവസ്ഥ? ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറയുന്നുണ്ട്, ഇൻദമാ തൻളുറു ഇല ഇബ്തിസാമതി ഫഖീർ, عندما تنظر إلى ابتسامة فقير عليك أن تستحيي من تشاؤمك. എടോ, നീ ഒരു ദരിദ്രൻ്റെ പുഞ്ചിരിയെ നീ കണ്ടാൽ ഭയങ്കര, നമ്മുടെ ഭാഷയിൽ ഭയങ്കര പ്രതിസന്ധി, പ്രയാസം, ദരിദ്രൻ, പട്ടിണി, അവൻ്റെ പുഞ്ചിരിയെ നീ കണ്ടാൽ തസ്തഹി മിൻ തശാഉമിക്, നിന്നെക്കുറിച്ചുള്ള ശകുനം പറച്ചിലിൽ നിന്ന് നീ ലജ്ജിക്കേണ്ടി വരില്ലേ? എനിക്കിതില്ല, അത് കിട്ടിയില്ല, അവിടെ കിട്ടിയില്ല. കാരണം എന്താ? ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ ചിരിക്കണത്? അയാൾക്ക് എങ്ങനെ അങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? അയാളുടെ മുഖത്ത് എന്തൊരു വെളിച്ചമാണ്. നമ്മൾ ലജ്ജിക്കണ്ടേ? ആ ഫക്കീറിൻ്റെ അവസ്ഥയാണോ നമുക്കുള്ളതല്ലല്ലോ. നമ്മൾ എത്രയോ ഗ്രേഡ് മുകളിലാണ്. പക്ഷേ എന്നിട്ടും നമുക്കിങ്ങനെ ഒരു തരം ദുശകുനമാണ് നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സിൽ ഒക്കെ പ്രശ്നം. അത് നമുക്കുണ്ടാകാൻ പാടില്ല. അദ്ദേഹം പറയുന്നു, അതിന് നിങ്ങൾക്കുള്ള ഏക മരുന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വാചകമാണ്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കൂ, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുകയേ അരുത്. അതാണ് അള്ളാഹുവിൻ്റെ നിഅമത്തിനെ അവഗണിക്കാതിരിക്കാൻ നിങ്ങൾക്കുത്തമം. അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ചു പോകും. അതുകൊണ്ടാണ് നമുക്ക് സായദത്തില്ലാത്ത ഖൽബിൻ്റെ ആളുകളായി നാം മാറിയത്. നമ്മളൊരു കാര്യം ഉറപ്പിക്കണം, അള്ളാഹു നമുക്കൊരു കാര്യം വൈകിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖൈറിന് വേണ്ടിയാണ്. എൻ്റെ വിമാനം വൈകിയാൽ, എൻ്റെ ബസ് വൈകിയാൽ, എൻ്റെ വിസ അടിക്കാൻ വൈകിയാൽ, എനിക്ക് ജോലി കിട്ടാൻ വൈകിയാൽ, എൻ്റെ കച്ചവടം ബ്രേക്ക് ഈവൺ ആകാൻ വൈകിയാൽ, ഇല്ലാ ബിഖൈർ വലാ യഹ്റുമുക അംറൻ ഇല്ലാ ബിഖൈർ. അള്ളാഹു നിനക്ക് വല്ലതും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖൈറിന് വേണ്ടിയാണ്. വലാ യൻസിലു അലൈക ബലാഅൻ ഇല്ലാ ലിഖൈർ. വല്ല ആപത്തും നിനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖൈറിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഫലാ തഹ്സൻ റബ്ബുൽ ഖൈരി ലാ യഅതി ഇല്ലാ ബിഖൈർ. ഫലാ തഹ്സൻ, അതുകൊണ്ട് നീ പ്രയാസപ്പെടരുത്. കാരണം റബ്ബുൽ ഖൈർ ലാ യഅതി ഇല്ലാ ബിഖൈർ. റബ്ബ്, നമ്മുടെ റബ്ബ് ആരാ? റബ്ബുൽ ഖൈറാണ്, നന്മയുടെ റബ്ബ്. ആ നന്മയുടെ റബ്ബ് നന്മയല്ലാതെ നമുക്ക് വരുത്തുകയില്ല. അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനം കിട്ടും. അത് നമ്മൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ വിശ്വാസം. അതാണ് അല്ലാഹു തആല ആ സമാധാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാവമാണ് പഠിപ്പിച്ചത്. നമ്മളിപ്പോൾ പറഞ്ഞ സമാധാനമൊക്കെ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ആയത്ത് പറഞ്ഞ സമാധാനം ഏതാ നിങ്ങൾ നോക്കിയോ? ഹുവല്ലദീ അൻസലസ്സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ ലിയസ്ദാദൂ ഈമാനം മഅ ഈമാനിഹിം വലില്ലാഹി ജുനൂദുസ്സമാവാതി വൽ അർദ്. വലില്ലാഹി ജുനൂദുസ്സമാവാതി വൽ അർദ്. അല്ലാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യങ്ങൾ. നിങ്ങൾ ബേജാറാകണ്ട, അള്ളാഹു നിങ്ങളെ ഏറ്റെടുക്കും. വകാനല്ലാഹു അലീമൻ ഹക്കീമാ. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാണ്. ഇനി പഠിപ്പിക്കുകയാണ് ഏതാണ് സമാധാനം. ഏതാ സമാധാനം? ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അതാ സമാധാനം. ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും പ്രവേശിപ്പിക്കാൻ വേണ്ടി. എവിടെ? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി നദികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ.
ഖാലിദീന ഫീഹാ, അവിടെ അവർ നിത്യവാസികളായിരിക്കും. അതാണ് സക്കീനത്ത്, അതാണ് യഥാർത്ഥ സക്കീനത്ത്. ഞാനീ പറഞ്ഞതൊന്നുമല്ല സക്കീനത്ത് എന്നർത്ഥം, നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല സക്കീനത്ത്. അതാണ് സക്കീനത്ത്, അവിടേക്ക് എത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് നാം ഒരു ജീവിതത്തിലുള്ള ഒരു വലിയ വിഷയമായി അതിലേക്കെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം ആയിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും. പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, പ്രതിസന്ധി ഉണ്ടാവില്ല, ബേജാറും ഉണ്ടാവില്ല. ബേജാറുകളും പ്രതിസന്ധികളൊന്നും നമുക്ക് വേണ്ടി വരികയില്ല. അപ്പോൾ ഈ ഒരു സമാധാനമാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. അള്ളാഹു ആ സമാധാനം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെയും അവസ്ഥ, ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെ അവസ്ഥ. ഞാനതുകൊണ്ട് പറഞ്ഞ് എനിക്ക് അത്ര ഒരു വൈഭവമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരേ സമയത്ത് പറയാമായിരുന്നു. സ്നേഹത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. സ്നേഹം എന്നത് സമാധാനത്തേക്കാൾ ഉന്നതമായ ഒരു വൈകാരിക അനുഭവമാണ്. ഇപ്പോൾ നിങ്ങൾ സക്കീനത്തും അതിൻ്റെ ഗ്രേഡുകളും കണ്ടല്ലോ. ഇനി സ്നേഹം എന്ന് പറയുന്നതിന് എണ്ണിയാലൊതുങ്ങാത്ത ഗ്രേഡാണ്, വേറെ ഒന്നും കിട്ടില്ല. ഈമാൻ എന്നല്ലാതെ വേറൊരു സ്ഥലം നിന്ന് കിട്ടില്ല. അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള ഒരു സക്കീനത്തിൻ്റെ ഉടമകളാകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള അടിയുറച്ച ഈമാൻ നൽകി അള്ളാഹു നമ്മളെ ആദരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.